മെജോറിറ്റി ടൈം നമ്മൾ ഭയങ്കര ഡിപ്രഷനിലും കരച്ചിലൊക്കെ മോഡിൽ നിൽക്കുന്ന ആ സോണിൽ നിന്ന് ഈ മൊമെന്റ് വരെ ആളുകൾ നമ്മളെ വിളിക്കുകയും അല്ലെങ്കിൽ നമ്മളിരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ ആളുകൾ നമ്മളെ മെൻഷൻ ചെയ്ത ഓരോ സ്റ്റോറി നോക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 10, 100, 150, 200 സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു നെഗറ്റിവിറ്റി കൂടിയുള്ള സ്റ്റോറി ഷെയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു യുനാനിമസ്ലി ആളുകളിലേക്ക് എത്തി, അല്ലെങ്കിൽ ആരും നെഗറ്റീവ് പറയേണ്ട എല്ലാവരും പോസിറ്റീവ് മാത്രം പറയുന്ന പോലത്തെ ഒരവസ്ഥയിലേക്ക് സിനിമ എത്തി എന്ന് പറയുന്നതിൽ വളരെ അതിയായ സന്തോഷമുണ്ട്. പലപ്പോഴും നമ്മളങ്ങനെ ഭയങ്കര വലിയ സിനിമകളുടെ ഭാഗമല്ലാതെ കൊച്ചു സിനിമകൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ സിനിമകൾ നല്ലതാണെങ്കിൽ കൂടി നമുക്ക് പല കാരണങ്ങൾ കൊണ്ടിട്ട് ആളുകളിലേക്ക് ആ സിനിമ എത്തിക്കാൻ പറ്റാതിരുന്ന് ഈ സെക്കൻഡ് രാവിലെ മെജോറിറ്റി ടൈം നമ്മൾ ഭയങ്കര ഡിപ്രഷനിലും കരച്ചിലൊക്കെ മോഡിൽ നിൽക്കുന്ന ആ സോണിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഈ പറയുന്ന ഇങ്ങനെ ഒരു സിനിമ ഡെഫിനറ്റ്ലി ഭരതനാട്യത്തിൻ്റെ ഒരു ബാക്കപ്പും അല്ലെങ്കിൽ അത് യുനാനിമസ്ലി ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെന്നിരിക്കെ ഇങ്ങനൊരു സിനിമ ഈ ഒരു സ്കെയിലിൽ എടുക്കാൻ ധൈര്യം കാണിച്ച പ്രൊഡ്യൂസേഴ്സിനെയാണ്. കാര്യം